പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന അനുഭവത്തിലാണല്ലോ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പരിശുദ്ധ നാമം നമ്മളിലൂടെ ബലപ്പെടട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുന്നത്. യാക്കോബുസ്ലിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. യാക്കോബുസ്ലിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണെന്നാണ്. യാക്കോബുസ്ലിഹ 4:3 ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെയും ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. തിന്മയായിട്ടുള്ളത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദുരാശകൾ, ലൗകിക സുഖങ്ങൾ, മോഹങ്ങളൊക്കെ ധാരാളം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കാണ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, പ്രാർത്ഥിക്കുമ്പോൾ നീതിബോധത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കേൾക്കുകയാണ് ദുരാശയില്ലാതെ പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ മുഴുകണമെന്ന ആഗ്രഹമില്ലാതെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തത പുലർത്താത്തവരായിരിക്കും. വേറൊരു തരത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗം എഴുതിയിരിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെന്നാ. എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു പോകുന്നവർ, നേരായ വഴി യേശുവാകുന്ന മാർഗത്തിൽ നിന്ന് മാറി വലിയ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട്, തിന്മയുടെ ബന്ധനത്തിൽപ്പെട്ട് വഴിമാറിപ്പോകുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദുരാശകളെ തൃപ്തിപ്പെടുത്താനെല്ലാം ആത്മാവിൻ്റെ ബലത്തിൽ, ആത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും, കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകുന്നത്. പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് ഈ തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒന്നുകൂടി വായിക്കാം. 1 യോഹന്നാൻ 3:22 നാം ആവശ്യപ്പെടുന്നത് എന്തും. അതിൻ്റെ 21-ാമത്തെ വാക്യം കൂടി കുറച്ചും കൂടി നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ഹൃദയം, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, പൗലോസ്ലേഖൻ പറയുന്നുണ്ട് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധിച്ച് കേട്ടോളണം. നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം.
ഈ പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം നമ്മൾ വായിക്കുന്നു 12-ാമത്തെ അധ്യായം, റോമർ 12:12. ഒന്ന് നമുക്ക് അവിടെ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നു നോക്കാം. റോമാലേഖനം 12:12 വാക്യം. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ള വ്യക്തികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടാകുകയുള്ളൂ. എന്തൊക്കെയാണ് ഒന്നും കൂടി വായിക്കാം നമുക്ക്. 12:12 11-ാമത്തെ വാക്യം തുടങ്ങി വായിക്കാം. തീഷ്ണതയോടെ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രയോജനമുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. കൊലോസ്യർ 2:4-2 കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിരന്തരം നന്ദിയുള്ളവരായി കൃതജ്ഞതാഭരിതരായി നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടുന്നതിന് വേണ്ടി സുവിശേഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. സദാ നമ്മൾ കേൾക്കുന്ന വാക്യങ്ങളാണ്, എങ്കിലും നമ്മൾ ഓർപ്പിക്കുന്നുള്ളൂ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 4:7 പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു, കൊലോസ്യ ലേഖനം വായിച്ചു, തെസ്സലോനിക്ക ലേഖനം വായിച്ചു, 1 പത്രോസ് 4:7 വായിച്ചു. ആദ്യ ക്രിസ്ത്യാനികളൊക്കെ വലിയ തീഷ്ണതയോടെയാണ് എല്ലാവർക്കും വേണ്ടി സ്തോത്രവും പ്രാർത്ഥനകളും യാചനകളൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, റോമർ 10:1 ഒന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ച് നോക്കി കടന്നു പോകാം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നതാണ്. തീവ്രമായ ആഗ്രഹമാണ് പൗലോസിൻ്റെ. താൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ മുഴുവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹവുമായി മാറണം. നമ്മുടെ സ്വന്തപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ, നമ്മുടെ ഇടവക, നമ്മുടെ സഭ, ലോകം മുഴുവനും എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ
യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 1-ാം അധ്യായം, ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. 1 തെസ്സലോനി 2:3, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. തെസ്സലോനിക്ക ലേഖനം 2:13, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങൾ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ജനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1:12, 1 തിമോത്തി 1:12, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ശുശ്രൂഷയ്ക്ക് വിളിച്ച് ശുശ്രൂഷയ്ക്ക് ബലം നൽകി ശുശ്രൂഷക്കാരനായി മാറ്റിയതിന് നന്ദി പറയുന്നതാണ് അവിടെ നമ്മൾ കണ്ടത്. അതുപോലെ നന്ദി പറഞ്ഞ് നമ്മൾ ദൈവം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചതിന്, ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചതിന്, ഈ പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യാൻ വിളിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പൗലോസിനെ നമ്മൾ ഓർപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1:3, രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പ്രാർത്ഥനാ വിഷയം, പ്രാർത്ഥന എന്ന ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ആണ് നമ്മൾ ഇവിടെ ധ്യാനിച്ചു പോകുന്നത്. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ വചനമാണ് ഈ 22-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അതും ഒരു പ്രാർത്ഥനയാണ്. 22-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ, കർത്താവായ യേശുവേ വരണമേ, വേഗം വരണമേ. ഈ മാരാനാഥ എന്ന വാക്കിൻ്റെ അർത്ഥവും അതുതന്നെയാണ് പ്രിയമുള്ളവരെ. മാരാനാഥ എന്ന് പറയുന്ന ഈ ധ്യാനകേന്ദ്രം ആ പേരിടാൻ തന്നെ കാരണം ഈ പ്രാർത്ഥനയാണ്. യേശുവേ വേഗം വരണമേ. യേശു വേഗം വരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സംസാരിച്ചിരുന്ന വാക്കുകളാണത്. യേശു വേഗം വരുന്നു, യേശു വേഗം വരണമേ. ഹല്ലേലൂയ. നന്ദി പറയാം നമുക്ക് ദൈവത്തിന്. നമ്മളെ ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷയ്ക്കായി, ബലഹീനരും കുറവും ഉള്ള നമ്മളെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചു ചേർത്തതിന് ഒത്തിരി കർത്താവിനോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഇതുവരെ ഞങ്ങൾ ധ്യാനിച്ചു പോന്ന പ്രാർത്ഥന എന്ന വിഷയത്തിൽ പഴയ നിയമകാലത്തെ പ്രാർത്ഥനാ രീതികളും പ്രാർത്ഥനകളും ഞങ്ങൾ ധ്യാനിച്ചു, സങ്കീർത്തനങ്ങളിൽ നിന്നെല്ലാം ധ്യാനിച്ചു പോന്നു. യേശുക്രിസ്തു സുവിശേഷത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളും യേശുക്രിസ്തുവിൻ്റെ രീതികളും ഞങ്ങൾ ധ്യാനിച്ചു പോന്നു. അപ്പോസ്തല കാലത്ത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ധ്യാനിച്ചു പോന്നു. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഭാഗങ്ങളെല്ലാം വേദപുസ്തകത്തിലെടുത്ത് ഞങ്ങൾ ധ്യാനിച്ചു പോന്നു. അവസാനമായി ഞങ്ങൾ ധ്യാനിച്ചു, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ പ്രേക്ഷിത വിളിക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കണം.
നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഞങ്ങൾ ധ്യാനിച്ചു പോന്നു. അവസാനം ഇപ്പോൾ ഞങ്ങൾ വെളിപാട് പുസ്തകം 22:20 ഒന്നുകൂടി വായിച്ചു. കർത്താവേ വേഗം വരണമേ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കർത്താവേ വേഗം വരണമേ. യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനകരമാകത്തക്കവണ്ണം നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് അനേകരെ ആത്മീയമായി വളരുവാനും വളർത്തുവാനും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഈ ശുശ്രൂഷകളും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മലയിടന്തുരുത്ത് പ്രത്യാശ ഭവനിൽ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി ആത്മീയമായി ഉണർവുള്ളവരാകുക. ഒരിക്കൽ കൂടെ ഏറെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ നിങ്ങളെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.